ദൈവത്തെ ആശ്രയിച്ചാട്ടെ, യേശുവിന് മുൻസ്ഥാനം കൊടുത്താട്ടെ. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നീ കണ്ണുകളടച്ചാൽ ആശ്രയം യേശുവിലേക്കാണ് പോകണ്ടേ, മനുഷ്യനിലേക്കല്ല. എന്തിനും അപ്പാ എന്ന് ദൈവത്തെ വിളിക്കുന്ന ഒരുവൻ, എന്തിനും യേശുവേ എന്ന് ആശ്രയിക്കുന്ന ഒരുവനിലേക്ക് ദൈവം നമ്മളെ നടത്തട്ടെ. ആ പിളർന്നതായ പാറയാണ് ആശ്രയിക്കുന്നത്. മോശേ, നിങ്ങൾ ദാഹിച്ചു വലഞ്ഞപ്പോൾ നീ എവിടെ ആശ്രയിച്ചു? പാറയായിട്ട് നിന്നത് ഞാനാണ്. എന്നിൽ നിന്നാണ് ജീവജലം വന്നൊഴുകിയത്. പിളർന്നതാ നീ ആശ്രയിക്കേണ്ടത്, പ്രതിസന്ധിയുടെ ജലത്തിൽ നീ മൂടുമ്പോൾ നിന്നെ താങ്ങുന്നത് ആ പിളർന്നതാം പാറയാണ്. നിന്റെ പ്രയാസത്തിൽ സങ്കീർത്തനകാരൻ പറഞ്ഞ അപ്രാപ്യമായ പാറമേൽ എന്നെ കയറ്റി നിർത്തുന്നത് ദൈവമാണ്. മത്തായി 7 പറയാണ്, പാറമേൽ ഭവനം പണിയുന്നവൻ അനുഗ്രഹീതൻ. വലിയ കാറ്റൂതി തകർച്ച വന്നു എന്നാൽ ഉറപ്പുള്ള അടിസ്ഥാനമായി യേശുവിൽ നിന്നവൻ കാറ്റൂതിയിട്ടും മറിഞ്ഞു വീണില്ല. ഉറപ്പുള്ള പാറമേൽ ഭവനം പണിതവൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവൻ. ഹല്ലേലൂയ. പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നതാം നിന്നിൽ ഞാൻ പറയട്ടെ. സങ്കേതമേ എനിക്കാനന്ദമേ, നിന്നിൽ ചാരിടുന്നവർക്ക് ആശ്വാസമേ, എന്നാത്മബലം എനിക്കാനന്ദമേ. ദൈവത്തെ സ്തുതിച്ച് എത്ര പേര് യേശുവിനെ പ്രത്യാശ കൊടുക്കുന്ന ആ പാറമേൽ, ക്രിസ്തുവാകുന്ന പാറമേൽ എത്ര പേര് ആശ്രയിക്കുന്നു? എത്ര പേര് ആശ്രയിക്കുന്നു? എത്ര പേര് ആശ്രയിക്കുന്നു? എത്ര പേര് ആശ്രയിക്കുന്നു? സാമുവൽ 1 സാമുവൽ 2:2 പറയുന്നു, യേശുവല്ലാതെ എനിക്കൊരു പാറയില്ല, ദൈവമല്ലാതെ എന്റെ സംരക്ഷണമില്ല. നീ എനിക്ക് കോട്ടയും എന്റെ പാറയും എന്റെ സങ്കേതവും എന്റെ ബലവുമാകുന്നുവല്ലോ. ഉറപ്പുള്ള പാറയെ നിന്നിൽ ഞാൻ ചേരട്ടെ, നിന്നിൽ ഞാൻ പണിയപ്പെടട്ടെ. നീ എന്റെ അവകാശമാകുന്നുവല്ലോ, നീ എന്റെ രക്ഷയാകുന്നുവല്ലോ. ഹല്ലേലൂയ. ഏകനെന്ന് നീ കരുതിടുമ്പോ തുണയായാരും ഇല്ലെങ്കിലും നിന്നെ ആരും നിന്നെ സഹായിക്കാനില്ല. ഞാൻ എൻ്റെ ഭവനത്തിൽ യേശു എന്നെ വിളിച്ച് എൻ്റെ കൈകൾ ബൈബിൾ വെച്ച് തരുമ്പോൾ എൻ്റെ ഭവനം എന്നെ സപ്പോർട്ട് ചെയ്തില്ല. എന്നെ വീട്ടിൽ കയറ്റാതെ വാതിലടിച്ച് പുറത്ത് നിർത്തിയിട്ടുണ്ട്. ഗേറ്റ് തുറക്കാതെ എന്നെ പുറത്ത് നിർത്തിയിട്ടുണ്ട്. ഞാൻ ചെയ്ത കുറ്റം ബൈബിൾ എടുത്തു എന്നുള്ളതാ. നമ്മളെ തള്ളിക്കളഞ്ഞു, നമ്മളെ അംഗീകരിച്ചില്ല. ഞാൻ വിചാരിച്ചു ഞാൻ വീട്ടിൽ ഒറ്റപ്പെട്ടു എന്ന്. ഒറ്റപ്പെട്ടു. ഭവനക്കാരെല്ലാം എനിക്കെതിരായി മാറി. വീട്ടുകാരെല്ലാം ഒരു ദൈവദാസനായി കാണാൻ ആഗ്രഹിച്ചില്ല, അവർ ലോകത്തിന്റെ ഒരുവനായി കാണാൻ ആഗ്രഹിച്ചു. ഏകനെന്ന്
ഞാൻ കരുതിടുമ്പോൾ തുണയായാരും ഇല്ലെങ്കിലും. നീ ഏകന. ബൈബിൾ എടുത്തിന്റെ പേരിൽ സഭ നിന്നെ ഒറ്റപ്പെടുത്തി, സമൂഹം നിന്നെ ഒറ്റപ്പെടുത്തി, കൂട്ടുകാരൻ നിന്നെ തള്ളിക്കളഞ്ഞു, ജോലി സ്ഥലത്ത് നീ ഒറ്റപ്പെട്ടു, നിന്റെ മാതാപിതാക്കൾ പോലും ഒരുപക്ഷെ നിന്നെ തള്ളിക്കളഞ്ഞേക്കാം. ഏകനെന്ന് ഞാൻ കരുതിടുമ്പോൾ തുണയാരും ഇല്ലെങ്കിലും. ആരും തുണയില്ല, ആരും സഹായിക്കാനില്ല. ഒരു പ്രശ്നം വന്നാൽ നീ മാത്രമേ ഉള്ളൂ. ഒരു വിഷയം വന്നാൽ നിനക്കാരും ഉണ്ടായിരുന്നില്ല. തലയിണയായി കൽ മാത്രം ഇറങ്ങി വരും. പ്രതിസന്ധി ഉണ്ടായി ഞാൻ പ്രയാസപ്പെട്ടപ്പോൾ ലോകം നിന്നെ സപ്പോർട്ട് ചെയ്തില്ല, നിന്റെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്തില്ല, നിന്റെ നാട്ടുകാർ നിന്നെ ഒഴിവാക്കി. പക്ഷേ ദൈവം കോപണി അയച്ച് ദൂതന്മാരെ ഇറക്കി നിന്നെ ഉയർത്തി. ഹല്ലേലൂയ. ദൈവം നിന്നെ തള്ളിക്കളഞ്ഞില്ല. നീ ഏകനായി പ്രയാസപ്പെട്ട് കരഞ്ഞപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് കോപണി ഇറക്കി നിന്റെ വീട്ടിലേക്ക് നിന്നിലേക്ക് ഇറങ്ങി വന്നു. എന്റെ അനുഭവമാണ്. എന്നെ തള്ളിക്കളഞ്ഞ, ബൈബിൾ എടുത്തതിന്റെ പേരിൽ അവമാനിച്ച, എല്ലാരും ഉപേക്ഷിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം ശക്തിപ്പെടുത്തിയപ്പോൾ, ദൈവം ബലപ്പെടുത്തിയപ്പോൾ, ആരൊക്കെ തള്ളിക്കളഞ്ഞു അവരെയൊക്കെ പ്രാർത്ഥിപ്പിക്കാൻ ഇപ്പൊ എന്റെ അടുത്താ കൊണ്ടിരുന്നത്. ആരൊക്കെ കുറ്റം പറഞ്ഞു അവരൊക്കെ പ്രാർത്ഥിക്കുന്ന സഹായം ചോദിക്കും. ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് വിളിക്കാൻ നിന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. നീ കരുതിടുമ്പോ തുണയായാലും ഒരു കുറിച്ചത് നീ കരുതിടുമ്പോ തുണയായാലും നിനക്ക് തുണയില്ലെങ്കിലും നീ ഒറ്റയ്ക്ക. നിന്റെ അപ്പനും അമ്മ നിന്റെ കൂടെയില്ല. സഹോദരൻ നിന്ന് ഓടിപ്പോയത് യാക്കോബേ. ഒരു വിജന പ്രദേശത്ത് രാത്രി ആരാരുമില്ലാതെ നീ ഇങ്ങനെ അലഞ്ഞു നിന്നപ്പോൾ ഇതാ ഒരു കല്ലിൽ തലവെച്ച് നീ ബഥേലിൽ കിടക്കുമ്പോൾ രാത്രി ദൈവം നിന്റെ സാന്നിധ്യം നിന്റെ അടുക്കൽ ഇറങ്ങി വന്ന് യാക്കോബേ നിന്റെ പേര് വിളിച്ചു. യാക്കോബേ എന്ന് പറഞ്ഞ ഇസ്രായേലേ. നമ്മളെ ഓരോരുത്തരെ വിളിച്ചു സ്വർഗീയ ഇസ്രായേലേ. നിന്നെ വീട്ടുകാർ തള്ളിക്കളഞ്ഞപ്പോൾ, ആർക്കും വേണ്ട നിന്നെ ഒഴിവാക്കിയപ്പോൾ, നീ പ്രയാസത്തോടെ വിഷമിച്ചിരുന്നപ്പോൾ ദൈവം വിജന സ്ഥലത്ത് ബഥേലിൽ, ബeth എന്ന് പറഞ്ഞ ഭവനം, യേൽ എന്ന് പറഞ്ഞ ദൈവം, ബഥേൽ ദൈവത്തിന്റെ ഭവനമാക്കി, നിന്നെ ദൈവത്തിന്റെ ആലയമാക്കി, നിന്നിൽ വസിക്കുവാൻ നിന്നിലേക്ക് അവൻ ഇറങ്ങി വന്നു. ആരും തള്ളിക്കളഞ്ഞ നിന്നിലേക്ക് ദൈവം ഇറങ്ങി ദൈവത്തിന്റെ ഭവനമാക്കി നിന്നെ മാറ്റി. തലയിണയായി കൽ മാത്രം എന്നെണ്ണുമ്പോ ഇറങ്ങി. തലയിണയായി കൽ മാത്രം എന്നെണ്ണുമ്പോ
യേശുവേ ആരാധന 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 ആരാധന. ജീവിക ദൈവമേ ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. അന്ധകാര കെട്ടുകളിൽ നിന്ന് വിടുവിക്കണമേ. ശത്രു ചെയ്യുന്ന എല്ലാവിധ കെട്ടുകളിൽ നിന്നും യേശു വിടുവിക്കണമേ. യേശുവേ അവിടുത്തെ സാന്നിധ്യത്താൽ ഞങ്ങളെ മറക്കണം. സാത്താൻ ഞങ്ങളെ മറക്കുന്ന വിഷയങ്ങളിൽ നിന്ന് ശത്രു എഴുതിടുമ്പോ ദൈവം ഇന്ന് വിടുവിക്കട്ടെ. നീഴലിൽ അഭയം തരും. ചേർന്നുകൊണ്ട് എല്ലാവരും ചെയ്ത് ശ്രദ്ധിക്കാമോ? എത്ര പേർക്ക് ദൈവത്തിന്റെ അവകാശം എന്ന് പറയാൻ സാധിക്കുന്നു? എന്നെ കയറ്റി നിർത്തുന്ന ദൈവം. എവിടെ നീ തകർന്നു അവിടെ നിന്നെ ഉയർത്തും. എവിടെ നീ വീണോ നിന്നെ അവിടെ കയറ്റും. എവിടെ നീ കരഞ്ഞോ അവിടെ നീ ആനന്ദിക്കും. എവിടെ നീ വീണോ അവിടെ നിന്നെ പണിയും. ഇതാ ദൈവം. ഈ അനുഗ്രഹത്തിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. 10 വർഷം മുമ്പ് കരഞ്ഞവരുണ്ടോ? ഇന്ന് നീ ആനന്ദിക്കുകയല്ലേ? നീ രോഗിയായി കിടന്നവനല്ലേ? ഞാൻ രോഗിയായിരുന്നു. എന്നെ ദൈവം സൗഖ്യപ്പെടുത്തിയതാ. ഞാൻ തന്നെ രോഗസൗഖ്യത്തിന്റെ സാക്ഷിയാണ്. എന്നെ ദൈവം പിടിപ്പിച്ചതാ. ദൈവം എവിടെ നിന്നെല്ലാം പിടിപ്പിച്ചെന്നറിയാവോ? ഹല്ലേലൂയ. അപകടങ്ങളിൽ നിന്ന് വിടുവിച്ചു. ആക്സിഡന്റുകളും സംഭവിച്ചു. ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. ഞാനും ഷൈനി സിസ്റ്ററും 2022 ഫെബ്രുവരി മാസം തുമ്പോൺ ധ്യാനകേന്ദ്രം തിരിച്ചു പോകുമ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്ത് ഞാൻ ഉറങ്ങിപ്പോയി. 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. ഉറങ്ങിപ്പോയി. കാറ് എന്ന് ഇടിച്ച് മറിഞ്ഞ് നിരങ്ങിപ്പോയി. ഞാൻ നല്ല തൊട്ടിൽ കിടക്കുകയായിരുന്നു. ഞാൻ വെച്ച് ഇത്രയും കംഫർട്ട് എൻ്റെ കട്ടിലേ കിടന്നാൽ കിട്ടത്തില്ല. ദൈവത്തിന്റെ കരുതലേ. തലകീഴായി കിടക്കുന്ന കാറ് റോട്ടിൽ കൂടെ കുറെ ദൂരം നിരങ്ങി അങ്ങോട്ട് പോയി. കാറിനകത്ത് ഞാൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുക. ഷൈനി സിസ്റ്റർ എൻ്റെ ദേഹത്ത് കിടക്കുക. ഷൈനി സിസ്റ്റർ നോക്കുമ്പോൾ ഞാൻ അനങ്ങുന്നില്ല. പുള്ളിക്കാരി വെച്ച് ഞാൻ ചത്തെന്ന്. എന്നെ വിളിച്ചിട്ട് എടാ കരയെ കിടന്നിട്ട് എടാ എണീക്കടാ, നിനക്ക് എന്നാടാ പറ്റിയ, നീ എന്നെ ഒന്നും മിണ്ടാത്ത. ഞാൻ ഈ തടിച്ച് ദേഹത്ത് നിന്ന് എഴുന്നേറ്റാലല്ലേ എനിക്കൊന്ന് അനങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പൊ എൻ്റെ ദേഹത്ത് കിടക്കുക. ഞാനാണ് ഇത്രയും നല്ല സുഖമായിട്ടുള്ള ദൈവത്തിന്റെ മടിത്തട്ട് ആദ്യമായിട്ട് അറിയുന്നത്. ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. തീയമ്പുകൾ നിന്നെ മേലെ എഴുതിടുമ്പോൾ എൻ്റെ ചിറകിൽ നിന്നെ ഞാൻ മറച്ചോളൂ. തീയമ്പുകൾ ശത്രുവേ മരിച്ചു പോകേണ്ട എത്ര സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നറിയാം. ദൈവം പൊന്നുപോലെയാ കാത്തു സൂക്ഷിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ തൊടാൻ അനുവദിക്കത്തില്ലല്ലോ ദൂതന്മാര്. എൻ്റെ മക്കളുടെ മുമ്പിൽ ദൂതന്മാർ പാളയം അടിക്കുന്ന പറഞ്ഞേക്കുന്നത്. പാളയം മീൻസ് ബാരക്കുകൾ ഓഫ് ഏഞ്ചൽസ്. നിന്നെ തൊടാൻ സമ്മതിക്കത്തില്ല. ആക്സിഡന്റിന്റെ സമയത്ത് ഞാനത് അറിഞ്ഞു. മെത്തയിൽ പോലും എന്ന് പറഞ്ഞാൽ നല്ല 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലിലെ മെത്തയ്ക്ക് പോലും അത്രയും കംഫർട്ട് നൽകാൻ പറ്റത്തില്ല. അന്നേരം ഞാൻ അബ്രഹാമിന്റെ മടിത്തട്ടിനെ കുറിച്ച് പറയുന്നത്. എന്ത് സോഫ്റ്റ് ആയിരിക്കും. നല്ല ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഞങ്ങളെ കാറ് ചളങ്ങിയ കാറിൽ നിന്ന് ഡോറൊക്കെ വലിച്ചു പറിച്ചാണ് ആൾക്കാർ പുറത്തെത്തിച്ചത്.
അവർ നോക്കുമ്പോൾ ഞങ്ങൾ പൂ പോലെ നിൽക്കുകയാണ്. അവർ ചോദിച്ചു ചത്തില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലടാ, ദൈവം നിർത്തിയെന്ന് പറഞ്ഞു. സ്തോത്ര, ഹല്ലേലൂയ. ഞങ്ങൾ കൊറോണ സമയത്ത് ആൾക്കാർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകും. കൊറോണ ഞങ്ങളിലേക്ക് വരും, ദൈവം ഞങ്ങളെ ഒരു മരുന്നും കൂടാതെ ദൈവം സൗഖ്യപ്പെടുത്തും. എത്ര കൊറോണ കയറിപ്പോയെന്ന് അറിയത്തില്ല, പക്ഷെ ദൈവം സൗഖ്യപ്പെടുത്തി ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു. സ്തോത്ര, ഹല്ലേലൂയ. എനിക്ക് ചിക്കൻ ബോക്സ് വന്നു, ഒരു 2 കുരു എവിടെ വന്നു, പിന്നെ അത് എവിടെ പോയെന്ന് അറിയത്തില്ല. പുല്ല് പോലെ നിന്ന് ദൈവം സൗഖ്യപ്പെടുത്തി തന്നെ. അതിൻ്റെ ഒരു ഇതുപോലും വന്നില്ല. അതെല്ലാം രോഗശാന്തി ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റെടുക്കും, നമ്മളിലേക്ക് വന്ന. പക്ഷെ അതൊന്നും ദൈവം നമ്മളെ കീഴ്പ്പെടുത്താൻ അനുവദിക്കത്തില്ല. ശത്രു എത്ര ശക്തനായാലും നിന്നെ തൊടത്തില്ല. കാരണം നീ ദൈവത്തിന്റെ മൂലക്കല്ലിൽ പണിതതാ. നിന്നെ കവർ ചെയ്യുന്നത് കോർണർ സ്റ്റോണാ. പിളർന്നതാം പാറ നിനക്ക് കോട്ടയാണ്. ആ പാറയെ തട്ടിയിട്ട് നിന്നെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. അത് ആ പാറയുടെ ശക്തിയാ, യേശുവാകുന്ന പാറ. ഇതിലേക്കാണ് നിങ്ങളെ വിളിച്ചത്. നിങ്ങൾ പേറുന്ന അവകാശം ചില്ലറയല്ല. നമ്മുടെ കൂടെ നിൽക്കുന്നവൻ ശക്തനാ. എന്നെ ശക്തനാക്കുന്നവനിലൂടെ ഞാൻ എന്തും നേടിയെടുക്കും. നിന്റെ ഭവനത്തെ പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്തവർ പ്രാർത്ഥിച്ച് എൻ്റെ ദൈവം എനിക്ക് തരും. ഒരു വാഹനമില്ലാത്ത പ്രാർത്ഥിച്ച് എൻ്റെ ദൈവം തരും. ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിച്ച് എൻ്റെ ദൈവം എന്നെ പണിയും. എന്താണോ നിങ്ങളുടെ പ്രാർത്ഥന വിഷയം? പ്രാർത്ഥന നടക്കാത്തതായി ഒന്നുമില്ല. ജെറിക്കോ കോട്ടയെ you will be fall down in 7 days. പ്രാർത്ഥനയിൽ 7 ദിവസത്തിൽ അത് തകർന്നു വീഴും. ജെറിക്കോ കോട്ടയെ തകർക്കാൻ പ്രാർത്ഥനയ്ക്ക് പറ്റുമെങ്കിൽ നിന്റെ ദൈവം അത്രയും ശക്തനാണ്. ഇന്ന് വെറും കൈയായി പോവല്ലേ, ദൈവം നിന്നെ ഉയർത്തുകയാ. ഈ ഹാളിൽ നിൽക്കുന്ന എല്ലാവരും അടുത്ത വർഷം മെയ് മാസത്തിൽ ദൈവം എന്നെ ഉയർത്തിയ സാക്ഷ്യങ്ങളുമായിട്ട് വരണം. ദൈവം എന്നെ അനുഗ്രഹിച്ച സാക്ഷ്യമായിട്ട്, ദൈവം എന്നെ അനുഗ്രഹിച്ച സാക്ഷ്യങ്ങൾ, ദൈവം എന്നെ ഉയർത്തിയ അനുഭവങ്ങളായിട്ട് നിങ്ങൾ വരണം. ഹല്ലേലൂയ. പിളർന്നതാ പ്രിയരെ, യേശു നമ്മുടെ അവകാശമായി ലഭിക്കുക എന്നൊരു നിസ്സാര കാര്യമല്ല. നമ്മൾ ബാക്കിയുള്ളവരിൽ നിന്ന് ഡിഫറൻറ്റാണ്. ലോകത്ത് നിന്ന് നിൽക്കുമ്പോഴും അപ്പൻ്റെ രാജാവിൻ്റെ മകളായിട്ട് വേണം നിൽക്കാൻ. നിന്റെ അപ്പനാരാ? സൃഷ്ടാവാ, ആൽഫ ആൻഡ് ഒമേഗ, ആദിനും അന്തനുമാ. സ്ത്രീ യേശുവിനോട് പറഞ്ഞു, അന്ത്യദിനത്തിൽ പുനരുത്ഥാനത്തിൽ നീ എല്ലാരും ഉയർപ്പിക്കുമെന്ന് എനിക്കറിയാം. മാർത്ത പറഞ്ഞു യേശുവിനോട്. യേശു പറഞ്ഞു, അല്ല മാർത്തേ, ഐ ആം ദി റിസറക്ഷൻ, ഐ ആം ദി ലൈഫ്. ഞാൻ തന്നെ പുനരുത്ഥാനം, ഞാൻ തന്നെ ജീവൻ. ഞാൻ നിശ്ചയിക്കണം ആര് കയറണം ആര് കയറണ്ട എന്നുള്ളത്. എല്ലാം ഞാനാ നിശ്ചയിക്കുന്നത്. ഞാൻ തന്നെയാണ് അവൻ. മിശിഹ വരുമ്പോ എല്ലാം പഠിപ്പിക്കുക. യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ് അവൻ. യേശു താൻ ദൈവമാണെന്ന് പറയുന്നുണ്ട്. യേശു പറയുന്നുണ്ട്, ഞാൻ തന്നെയാണ് മിശിഹ, ഞാനാണ് രക്ഷകൻ, ഞാനാണ് ഉയർപ്പിക്കേണ്ടത്, ഞാനാണ് നിനക്ക് ജീവൻ തരേണ്ടത്. അവനാ നമ്മുടെ കൂടെ നിൽക്കുന്നത്. പിളർന്നതാം പാറ, എല്ലാവരും തള്ളിക്കളഞ്ഞ കോർണർ സ്റ്റോൺ നമ്മുടെ കൂടെ നിൽക്കുക. എൻ്റെ രക്ഷയും അവകാശവുമായിട്ട് നീ കണ്ണുനീരോടെ പോകണ്ട. നിന്നെ പണിയും ഉയർത്തും. നീ പ്രയാസം അനുഭവിക്കേണ്ട നിന്നെ നടത്തും. നീ എന്തിനാ ഭാരപ്പെടുന്ന രോഗങ്ങൾ നിന്നെ എടുത്തു മാറ്റുമല്ലോ. മരണകരമായ മരിക്കാൻ വിധിച്ചിട്ടുന്ന എത്ര പേര് ഇതിനകത്തുണ്ടെന്ന് അറിയോ? എനിക്കറിയാം കുറച്ച് പേരെ. അല്ലച്ചാ, മരണത്തിന് വിധിക്കപ്പെട്ടിരുന്ന മെഡിക്കൽ സയൻസ് കൈയൊഴിഞ്ഞവരാ. പക്ഷെ ദൈവം പറഞ്ഞു, അല്ല, നീ ജീവിക്കാനുള്ളവനാ, എനിക്ക് നിന്നെ വേണം. പലരെയും ഒരുപാട് പേരുണ്ട് ഇവിടെ മരിക്കാൻ കിടന്നിട്ട് ദൈവം വിളിച്ചു കൊണ്ടുവന്നവര്. ഒരു മരിച്ചവനെ നമ്മൾ നേരത്തെ സ്റ്റേജിൽ കയറ്റി സംസാരിച്ചു. അല്ല, നിന്നെ കൊണ്ട് ഉദ്ദേശമുണ്ട്. മരണത്തിന് പോലും നിന്നെ തൊടാൻ പെടുത്തത്. അതാ ലാസറിന്റെ ജീവിതം കാണിക്കുന്നത്. മരണമേ, നിന്റെ ജയം എവിടെ? എന്റെ ജീവൻ നൽകുന്നവൻ എന്റെ കൂടെ നിൽക്കുക. സ്തോത്ര, ഹല്ലേലൂയ. നിനക്കെന്നെ തൊടാൻ പറ്റത്തില്ല, നിനക്കെന്നെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. പരാജയമേ, നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു ദൈവം എനിക്കുണ്ട്. കഷ്ടതയെ നിനക്കെന്നെ തൊടാൻ പറ്റുന്ന ഒരു ദൈവം എനിക്കുണ്ട്.
രോഗമേ നിനക്ക് എന്നെ ജയിക്കാൻ പറ്റത്തില്ല, എന്നെ ജീവിപ്പിക്കാൻ ഒരു ദൈവത്തിന് കഴിയും. ഒറ്റ നാമം മതിയല്ലോ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച സൗഖ്യം. ഹല്ലേലൂയ. നിനക്ക് ഭയപ്പെടാൻ ഈ ഭൂമിയിൽ ഒന്നുമില്ല. ദൈവത്തിന്റെ മക്കൾക്ക് ഭയപ്പെടാൻ ഒന്നുമില്ല. ആപത്തോ കഷ്ടതയോ വാളോ നിന്നെ തൊടത്തില്ല. നിന്റെ വലതുവശത്ത് 1000-ങ്ങളും 10,000-ങ്ങളും ഒക്കെ മറിഞ്ഞു വീണേക്കാം, പക്ഷെ നിന്നെ തൊടത്തില്ല. അത് ദൈവത്തിന്റെ അവകാശമാണ്. അതാണ് ആ പാറയുടെ സംരക്ഷണം. കോർണർ സ്റ്റോൺ ആയ, മൂലക്കല്ലായ, ഭൂമി മുഴുവൻ വളർന്ന് പന്തലിച്ച ആ ദാനിയേൽ കണ്ട കൈതൊടാതെ പറന്നു വന്ന കല്ല്. മോശേ, നിനക്ക് ജീവജലം നൽകിയത് ആ പാറ ഞാനാണ്. പിളർന്നതാ നിന്നിൽ